നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള പോലീസിന്റെ തലപ്പത്ത് വൻ അഴിച്ചുപണികൾക്ക് കളമൊരുങ്ങുമ്പോൾ വിവാദങ്ങളെ തുടർന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന് സർവീസിൽ നിന്ന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നതും തുടർന്നുണ്ടായ നിയമപരമായ തിരിച്ചടികളുമാണ് ഉന്നതതലത്തിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴിവെച്ചത്. മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാൾ വിരമിക്കുന്നതോടുകൂടി ഒഴിവുവരുന്ന സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിച്ച് ശ്രീജിത്ത് IPSന് DGP റാങ്ക് ലഭിക്കുമെന്ന് ഉറപ്പാവുകയാണ്. സീനിയോറിറ്റിയിൽ മുന്നിലുള്ള സുരേഷ് രാജ് പുരോഹിത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ കേന്ദ്ര സർവീസിൽ തുടരുന്നതിനാലാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ തിളങ്ങിയ ADGP ശ്രീജിത്ത് സംസ്ഥാന പോലീസിന്റെ പരമോന്നത പദവിയിലേക്കുള്ള വഴി തെളിഞ്ഞത്. നിതിൻ അഗർവാൾ വിരമിക്കുന്നതോടുകൂടി റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, ശ്രീജിത്ത് എന്നിവർ DGP റാങ്കുകാരാകും. അതായത് കേരള പോലീസിലെ ആദ്യ 4 പേരിൽ ഒരാളായി ശ്രീജിത്ത് മാറുകയാണ് എന്ന് സാരം. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന അട്ടിമറി കേസിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ MR അജിത് കുമാറിന് വീണ്ടും തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും ലഭിച്ചത്. സസ്പെൻഷൻ നടപടിക്ക് അടിയന്തര സ്റ്റേ വേണമെന്ന ഇടക്കാല ആവശ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തള്ളിയിരുന്നു. സർക്കാരിന്റെ ശക്തമായ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ട്രിബ്യൂണൽ അജിത് കുമാറിന്റെ ആവശ്യം നിരസിച്ചത്. അജിത് കുമാർ സംസ്ഥാനത്തെ DGP റാങ്കിലേക്ക് ഉയർത്തപ്പെടാൻ ഒട്ടും യോഗ്യനല്ലെന്ന് ആഭ്യന്തര വകുപ്പ് ട്രിബ്യൂണലിൽ വാദിച്ചു. ഇരകൾക്ക് നീതി നിഷേധിക്കുന്നതിനായി അന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയും തിരുത്തി. കേസ് അട്ടിമറിക്കാൻ മുൻകൈയെടുത്ത ഉദ്യോഗസ്ഥരാണ് അജിത് കുമാറെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. സർക്കാരിന്റെ വാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിഷയം വിശദമായി തന്നെ കേൾക്കേണ്ടതുണ്ടെന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കി. വിശദമായ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിൽ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാനാകില്ല എന്ന് വ്യക്തമാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഹർജി കൂടുതൽ വാദത്തിനായി ഓഗസ്റ്റ് 20 മാറ്റിയിട്ടുണ്ട്. തനിക്കെതിരെയുള്ള സസ്പെൻഷൻ നടപടികൾ നിലവിലെ സർവീസ് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്നാണ് അജിത് കുമാറിന്റെ പ്രധാന വാദം. കൂടാതെ കേസിൽ അന്വേഷണം നടത്തിയത് തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണെന്നും അതിനാൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലൂടെ അജിത് കുമാർ ആവശ്യപ്പെട്ടത്. ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കഴിഞ്ഞയാഴ്ച MR അജിത് കുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകിയ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് നടപടിക്ക് അംഗീകാരം നൽകുകയായിരുന്നു. അജിത് കുമാറിനെതിരെ അടിയന്തര നടപടി വേണമെന്ന് മുൻപ് തന്നെ വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘം മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ ഇടപെട്ടുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഫോൺ സംഭാഷണങ്ങൾ, സാക്ഷ്യമൊഴികൾ, സാഹചര്യ തെളിവുകൾ എന്നിവ ശേഖരിച്ച ശേഷമാണ് SIT റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേസ് ഡയറി തിരുത്താൻ ഗ്രേഡ് SIമാർക്ക് അജിത് കുമാർ നിർദ്ദേശം നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് കൈമാറിയ SITയുടെ റിപ്പോർട്ടിലാണ് അജിത് കുമാറിന്റെ പങ്ക് കൃത്യമായി വിവരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മേധാവി അജിത് കുമാറിനോട് വിശദീകരണം തേടിയിരുന്നു. എന്നാൽ ആരോപണമുയർന്ന സമയത്ത് താൻ മുണ്ടക്കി ചൂരൽമല ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിലായിരുന്നുവെന്നും കേസ് ഡയറി തിരുത്താൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമാണ് അജിത് കുമാർ നൽകിയ മറുപടി. എന്നാൽ ഈ വാദം അന്വേഷണ സംഘം തള്ളി. ഈ മാസം 31-ന് സർവീസിൽ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ. നിലവിൽ വെബ്കോ MD സ്ഥാനത്തിരിക്കെ ഉണ്ടായ ഈ സസ്പെൻഷനും തുടർന്നുണ്ടായ തിരിച്ചടിയും അദ്ദേഹത്തിന്റെ DGP സ്ഥാനക്കയറ്റ സാധ്യത പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. സംഭവത്തിൽ റിപ്പോർട്ട് തിരുത്താൻ അജിത് കുമാറിന് കൂട്ടുനിന്ന മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉടൻ കാരണം കാണിക്കൽ നോട്ടീസും അച്ചടക്ക നടപടികളും ഉണ്ടാകുമെന്നാണ് സൂചന. കേസ് അട്ടിമറി ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥന് ട്രിബ്യൂണലിൽ നിന്നും ഇടക്കാല ആശ്വാസം പോലും ലഭിക്കാത്തത് വരും ദിവസങ്ങളിൽ ആഭ്യന്തര വകുപ്പിന്റെ നടപടികൾക്ക് കൂടുതൽ കരുത്തു പകരും. കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യാജ ആരോപണങ്ങളാലും വേട്ടയാടലുകളാലും പരീക്ഷിക്കപ്പെടുകയും എന്നാൽ അതിനെയെല്ലാം സ്വന്തം ആത്മാർത്ഥത കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും അതിജീവിക്കുകയും ചെയ്ത ഓഫീസറാണ് കോഴിക്കോട് സ്വദേശിയായ ശ്രീജിത്ത്. ശ്രീജിത്ത് അജിത് കുമാറിനെ വെട്ടി മുകളിലേക്ക് വരുമ്പോൾ എന്തായാലും കഠിനാധ്വാനവും അതുപോലെ തന്നെ സത്യസന്ധതയുമാണ് വിജയിക്കാൻ പോകുന്നത് എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച യാതൊരുവിധ IPS പാരമ്പര്യവും ഇല്ലാതെ എത്തിയ അദ്ദേഹം കഠിന പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് സംസ്ഥാന പോലീസിന്റെ അമരത്തേക്ക് വന്നിരിക്കുന്നത്. പഠനകാലത്ത്
വെറും ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്ന ശ്രീജിത്ത് പ്രീ ഡിഗ്രിക്ക് ലഭിച്ചത് വെറും 52% മാർക്ക് മാത്രമായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിൽ ഇംപ്രൂവ് ചെയ്തപ്പോൾ കിട്ടിയതാകട്ടെ 51%. ചേളന്നൂർ SN കോളേജിൽ BSc മാത്സിന് ചേർന്നപ്പോഴും കലയിലും സാഹിത്യത്തിലുമായിരുന്നു താല്പര്യം. ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം മികച്ചൊരു വയലിനിസ്റ്റ് കൂടിയായിരുന്നു. എന്നാൽ മുൻ കളക്ടറും കവിയുമായ K. ജയകുമാർ സംഘടിപ്പിച്ച സിവിൽ സർവീസ് സെമിനാറാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. ആത്മവിശ്വാസം വീണ്ടെടുത്ത് ബിരുദം പൂർത്തിയാക്കിയ അദ്ദേഹം ആകാശവാണിയിലും കസ്റ്റംസിലും ജോലി ചെയ്ത ശേഷം 1996 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പരീക്ഷയായ സിവിൽ സർവീസ് പാസ്സായി IPS നേടി. 1998 കുന്തംകുളം ASP ആയി സർവീസ് ആരംഭിച്ച അദ്ദേഹം വടകരയിലും തലശ്ശേരിയിലും പ്രവർത്തിച്ചു. 1999 സെപ്റ്റംബർ 27 തലശ്ശേരിയിൽ വെച്ചുണ്ടായ രാഷ്ട്രീയ ആക്രമണത്തിൽ ബോംബേറിന് ഇരയായി. സംസ്ഥാനത്ത് ബോംബാക്രമണത്തിന് ഇരയാകുന്ന ആദ്യ IPS ഓഫീസറായിരുന്നു അദ്ദേഹം. 14 സർജറികളിലൂടെയാണ് ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ജീവനും കാലും വീണ്ടെടുത്തത്. നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചതോടുകൂടി ശത്രുക്കളും വ്യാജ ആരോപണങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. എറണാകുളത്തും കോട്ടയത്തും സേവനം അനുഷ്ഠിക്കുമ്പോൾ ഹൈദരാബാദിൽ ട്രെയിനിങ്ങിലായിരുന്ന ശ്രീജിത്തിനെതിരെ വ്യാജ പീഡന ആരോപണങ്ങൾ വരെ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ വസ്തുതകൾ നിരത്തി ചാനലുകളിൽ നേരിട്ടെത്തി സത്യം ബോധ്യപ്പെടുത്താൻ അദ്ദേഹം മടിച്ചതേയില്ല. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ വരെ അന്വേഷിച്ച് അദ്ദേഹം പൂർണ്ണ കുറ്റവിമുക്തനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി. അതിനൊക്കെ പിന്നാലെ പാലത്തായി കേസ്, നടി ആക്രമിക്കപ്പെട്ട കേസ്, ചുംബന സമരക്കാരുടെ അറസ്റ്റ് തുടങ്ങി നിരവധി വിവാദ കേസുകൾ അന്വേഷിച്ചപ്പോഴും നീതിയുക്തമായ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത്. മൂകാംബിക ദേവിയുടെ തീവ്ര ഭക്തനായ അദ്ദേഹം ജോലിയിലെ തിരക്കുകൾക്കിടയിലും അമ്മ നൽകിയ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നു. അമ്മ സുഭദ്രാമ്മയുടെ പേരിന്റെ ആദ്യ അക്ഷരമായ S ആണ് തന്റെ പേരിനൊപ്പം ഉപയോഗിക്കുന്നത്. 2018 ശബരിമല യുവതീ പ്രവേശന വിവാദ കാലത്ത് ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി എത്തിയെങ്കിലും ആക്ടിവിസ്റ്റുകളെ തിരികെ അയച്ച ശേഷം 18ാം പടിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ തൊഴുത് മലയിറങ്ങിയ ചിത്രം മലയാളികൾ മറന്നിട്ടില്ല. ഔദ്യോഗിക കർമ്മവും വ്യക്തിപരമായ വിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് തെളിയിച്ച നിമിഷമായിരുന്നു അത്. MR അജിത്കുമാറിനെതിരായ നടപടിയെ തുടർന്ന് ആഭ്യന്തര വകുപ്പിലുണ്ടായ അപ്രതീക്ഷിത മാറ്റങ്ങളാണ് ഇപ്പോൾ S. ശ്രീജിത്തിനെ DGP പദവിയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന സാധാരണക്കാരായ യുവാക്കൾക്ക് എപ്പോഴും പ്രചോദനം തന്നെയാണ് ADGP S. ശ്രീജിത്തിന്റെ ജീവിതം എന്നതിൽ യാതൊരു സംശയവുമില്ല.